നമ്മൾ ഇതുവരെ വാങ്ങിച്ച RC കാറിൽ വെച്ചിട്ട് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാറാണ് നമ്മളിന്ന് നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ പോകുന്നത്. ഗൈസ് അപ്പം എൻ്റെ മേലെ കയറിയിട്ടുണ്ട്. എൻ്റെ മോനെ ഓഫ് റോഡൊക്കെ പോകുമ്പോൾ അടിപൊളിയാണ്. ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ഇതുവരെ ചെയ്യാത്തൊരു ടൈപ്പ് വീഡിയോ ആണ്. നമ്മൾ ഇതുവരെ വാങ്ങിച്ച RC കാറിൽ വെച്ചിട്ട് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാറാണ് നമ്മളിന്ന് നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ പോകുന്നത്. വേറൊരു കാറൊന്നുമല്ല, നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഹമ്മർ EV ആണ് നമ്മൾ ഇറക്കിയിരിക്കുന്നത്. ഏകദേശം 10-12,000 രൂപ വില വരുന്ന ഒരു ഹമ്മർ EV ആണ്. സോ ഇത് എവിടെ നിന്ന് വാങ്ങിച്ചു, എങ്ങനെ കിട്ടി എന്നൊക്കെയുള്ളത് വിശദമായ ഡീറ്റെയിൽസ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയുന്നതായിരിക്കും. ഇനി മുതൽ നമ്മൾ ബാങ്കുഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു വെബ്സൈറ്റ് വഴി നമ്മൾ അല്ലെങ്കിൽ ആപ്പ് വഴി നമ്മൾ ഇനി പർച്ചേസ് ചെയ്യില്ല. നമ്മളിനി ഒരു പുതിയൊരു വെബ്സൈറ്റ്, ഇന്ത്യൻ മെയ്ഡ് വെബ്സൈറ്റ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ നല്ല റേറ്റ് കുറവാണ് RC കാർസിന് എല്ലാത്തിനും. സോ അങ്ങനെ ഒരെണ്ണം ടെസ്റ്റ് ഡ്രൈവിൽ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒരെണ്ണം വാങ്ങിച്ചു നോക്കിയതാണ് ഈ ഹമ്മർ EV എന്ന് പറയുന്നത്. സോ സാധനം അടിപൊളിയായിട്ട് തരുന്നുണ്ട്, പാക്കേജിങ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. സോ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. സോ വേഗം ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിട്ടോളൂ കേട്ടോ എല്ലാവരും. പിന്നെ നിങ്ങൾ നെക്സ്റ്റ് ഏത് പ്രൊഡക്റ്റ് വാങ്ങുന്നത് കമൻറ്റ് അടിക്കുക. നിങ്ങളുടെ ഏറ്റവും കൂടുതൽ കമൻറ്റ് ഏതാണോ വരുന്നത് അത് നോക്കി നമ്മൾ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ പലരും ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യണം. അതിൽ നമുക്ക് കുറച്ച് എൻ്റെ RC കാർസൊക്കെ നിങ്ങൾക്ക് തരാൻ എനിക്കൊരു ആഗ്രഹമുണ്ട്. സോ വേഗം ഫോളോ ചെയ്ത് കിട്ടും. അപ്പോൾ അതിൽ കുറച്ച് ഗിവ് അവേയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഗൈസ് അപ്പോൾ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഹമ്മർ EVയുടെ പെട്ടിയും കാര്യങ്ങളോടെ സെറ്റ് ആയിട്ടുണ്ട്. ഇതുപോലൊരു പെട്ടിയാണ് വന്നത്. അൺബോക്സ് ചെയ്ത് നമ്മുടെ ഷോർട്ട് വീഡിയോ ചെയ്യാനായിട്ട് ഫേമസ് എന്ന് പറഞ്ഞ ബ്രാൻഡിനെയാണ് നമ്മുടെ ഈ ഒരു ഹമ്മർ EV നമ്മൾ എടുക്കുന്നത്. ഇനിയാണ് ഗൈസ് നിങ്ങൾ യഥാർത്ഥ ഹമ്മർ EV കാണാൻ പോകുന്നത്. RC ഇവനാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്. ഏകദേശം ഒരു 1.5 കിലോ ഭാരമുണ്ട്. ഇത് നമ്മൾ 2 കളർ വേരിയന്റ് ആണ് വരുന്നത്. നമുക്ക് ബ്ലാക്കും വൈറ്റും. ഇതിൽ ബ്ലാക്ക് ആണ് ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത്. അൺബോക്സ് ചെയ്യാം. നമ്മുടെ ആ കാണുന്ന പെട്ടിയുടെ ഉള്ളിൽ നമുക്ക് യൂസർ മാനുവൽ വരുന്നുണ്ട്. സോ ഈ കാണുന്നതാണ് ഇതിന്റെ യൂസർ മാനുവൽ കാര്യങ്ങളൊക്കെ. അത്യാവശ്യം വലിയൊരു ബുക്കാണ്. നമുക്ക് ഇത് തുറന്നു നോക്കിയിട്ട് നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് തെർമോക്കോളിലാണ് നമ്മുടെ ഐറ്റം വന്നിരിക്കുന്നത്. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തുറക്കാം. ഐറ്റം കാണിച്ചു തരാം. പിന്നെ നമുക്ക് പെട്ടിയുടെ മേലെ നോക്കാനാണെങ്കിൽ ഇത് 1:18 സ്കെയിലിൽ വരുന്ന ഒരു ഹമ്മർ EV ആണ്. ഹമ്മർ EVയുടെ RC കാറാണ് നോക്കുന്നത്. സോ നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് ഈ റൈറ്റാണ്. എന്തിട്ട ലുക്ക്, വാവ് നൈസ്. പിന്നെ ഈ കാണുന്നതാണ് ഇതിൻ്റെ ബാക്കിലുള്ള പെട്ടിയുടെ കേസുകൾ, പെട്ടിയുടെ കാര്യങ്ങൾ ഇതേ ഇവിടെ കാണാൻ പറ്റും. ഇത് FMS എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ് നമ്മുടെ ഈ കാണുന്ന ഹമ്മർ EV. ഇപ്രാവശ്യം ഞാൻ ഓർഡർ ചെയ്തത് ബാങ്കുഡിൽ നിന്നല്ല എന്ന് പറഞ്ഞു. സോ ഈ പ്രാവശ്യം ഞാൻ ഓർഡർ ചെയ്തത് uclick.in എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ത്രൂ ആണ്. ഇതൊരു ഇന്ത്യൻ വെബ്സൈറ്റ് ആണ്. ഈ ഒരു വെബ്സൈറ്റിൽ RC കാർസൊക്കെ നല്ല റേറ്റ് കുറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഈ ഒരു നമ്മുടെ ഹമ്മർ EV മിക്ക എല്ലാ വെബ്സൈറ്റിലും 22-24K ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. 22-24,000 രൂപയ്ക്കാണ്. പക്ഷെ ആ ഒരു വെബ്സൈറ്റിൽ എനിക്ക് വെറും 18,000 രൂപയ്ക്കാണ് നമ്മുടെ ഹമ്മർ EV എനിക്ക് കിട്ടിയത്. അത് മാത്രമല്ല, ഇത് കൊണ്ടുവന്നപ്പോൾ തന്നെ എൻ്റെ ഡെലിവറിയിലെ ബോക്സും കാര്യങ്ങളും ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ല. ഒരു കേടുപാട് പോലും ഇല്ല. പക്ഷെ നമ്മൾ ബാങ്കുഡിൽ ഇത് ഓർഡർ ചെയ്യുമ്പോൾ ഈ കാണുന്ന പോലെ ബോക്സിൽ ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. ഡെലിവറി വിത്തിൻ 4 ഡേയ്സിനുള്ളിൽ നമ്മുടെ സാധനം കയ്യിലെത്തും. സോ ഒരു 4-5 ഡേയ്സിനുള്ളിലൊക്കെ ഡെലിവറി കാര്യങ്ങളൊക്കെ കിട്ടും ചെയ്യും. അത്യാവശ്യം നല്ല പാക്കേജിലും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ സേഫ് ഡെലിവറിയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഹമ്മർ EV ഞാൻ തുറക്കാൻ പോവാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇത് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെന്നാണ് ഈ യൂസർ മാനുവൽ നോക്കിയപ്പോൾ കണ്ടത്. സോ ഇതിങ്ങനെ തുറക്കുകയാണെങ്കിൽ എൻ്റെ മോനെ ഗൈസ് ഇരിക്കണം നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്. ഇതിന്റെ റിമോട്ട് കൺട്രോൾ ആണ്. ഗൈസ് നോക്ക്, ഈ കാണുന്നതാണ് എന്റെ റിമോട്ട് കൺട്രോൾ എന്ന് പറയുന്നത്. 4 ചാനൽസ് വരുന്നുണ്ട്. അവിടെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. വണ്ടി എടുക്കണതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൽ ചാർജർ, പിന്നെ അതുപോലെ നമ്പർ പ്ലേറ്റ്, അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട്. ചാർജറാണിത്. ഒരു ചെറിയൊരു അലങ്കിയും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ ഇത്ര ഐറ്റംസ് ആണ് നമ്മുടെ ബോക്സിനുള്ള വന്നിരിക്കുന്നത്. പിന്നെയാണ് നമ്മുടെ ഹമ്മർ EV. എൻ്റെ മോനെ ഗൈസ്, ഇവനാണ് നമ്മുടെ ഹമ്മർ EV എന്ന് പറയുന്നത്. മോനെ നിങ്ങൾ ആ ഒരു ഭംഗി നോക്ക്. സൈഡിൽ നിന്നൊക്കെ കാണുന്ന ലുക്ക് ഉണ്ടില്ലേ, ആ ഫ്രണ്ടിൽ നിന്നും പിന്നെ ബാക്ക് കണ്ട. നമുക്ക് ഹമ്മർ EVയുടെ ട്രക്ക് മോഡലാണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത്. ഇത് ഫ്ലെക്സിബിൾ അല്ല, നമുക്ക് തുറക്കാൻ പറ്റില്ല. ബോഡി ഇങ്ങനെ തന്നെ വെച്ചേക്കുന്നതാണ്. വിഷയം 1:18 സ്കെയിലാന്ന് പറഞ്ഞു. അത്യാവശ്യം ഭാരം കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമുക്ക് വേറെ നോക്കാനുള്ളത് ഇതിൻ്റെ ടയറും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ ടയർ നോക്കിക്കോ, കാരണം ഭയങ്കര സോഫ്റ്റ് ടയേഴ്സാണ് കൊടുത്തേക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഓഫ് റോഡൊക്കെ പോകുമ്പോൾ സിമ്പിളായിട്ട് കയറി പോകാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ടയേഴ്സ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഷോക്കപ്പ് നമുക്ക് വിഷയം ഷോക്കപ്പാണ് കേട്ടാ. അടിപൊളി ഷോക്കപ്പാണ് നമുക്ക് കേട്ടാ, അടിപൊളി. ഇവിടെ നമുക്ക് ലൈറ്റും കാര്യങ്ങൾ വരുന്നുണ്ട്. ഇത് ഒറ്റൊരു സ്ട്രിപ്പ് ലൈറ്റ് ആണ് കേട്ടോ. ഇത് ഫുള്ള് ലൈറ്റ് എത്തും. എന്തായാലും ഫുള്ള് കാണിച്ചു തരാം. ഈ കാണുന്നതാണ് നമ്മുടെ ഐറ്റം. അത്യാവശ്യം വലിപ്പം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ഹമ്മർ EVയുടെ ഒരു ബാഡ്ജിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഉള്ളിൽ കാണാൻ പറ്റും FCX എന്ന് പറഞ്ഞിട്ട്, FCX 18 എന്ന് വെച്ചാൽ FMSൻ്റെ 18 സ്കെയിലിൽ വരുന്നൊരു മോഡലാണിത്. പിന്നെ എൻ്റെ ഉള്ളിൽ ഒരാളിരിക്കാൻ കാണാൻ പറ്റും കേട്ടോ. അത് ഞാൻ മറന്നുപോയി കാണിച്ചു തരാനായിട്ട്. ഗൈസ് നോക്ക്, ഒരാളിരിക്കാൻ കാണാൻ പറ്റും കണ്ടാ. ഇതിൽ നമ്മുടെ റിമോട്ടിനെ കുറിച്ച് നോക്കാനാണെങ്കിൽ ഈ കാണുന്ന ഒരു നോർമൽ റിമോട്ടാണ്. പക്ഷേ ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട് കണ്ടാ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരുപാട് സ്വിച്ചും കാര്യങ്ങളും. ഇവിടെ ലൈറ്റിൻ്റെ സ്വിച്ച് വന്നിട്ടുണ്ട്. ഇവിടെ റിമോട്ടിൽ ബാറ്ററിയും കാര്യങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ട്. സോ നമ്മുടെ ഐറ്റം ഇവിടെ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തായി നോക്കേണ്ടത് നമ്മുടെ കാറിൻ്റെ ഉള്ളിൽ എങ്ങനെ ഓൺ ആക്കുക എന്നുള്ളതാണ്. സോ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ കാണുന്ന കണ്ടതാ ഇതൊന്ന് നമ്മൾ കണക്ട് ചെയ്ത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഇതിൻ്റെ ഉള്ളിലത് കാണിച്ചു തരാം. അമർത്തി ഇട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് സിമ്പിളായിട്ട് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത്. ഭയങ്കര സിമ്പിളായിട്ടുള്ള മെക്കാനിക്സ് ആണ് ഇതിൽ ഫുൾ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒരു മോട്ടറും പിന്നെ അതിൻ്റെ സെർവേഴ്സ് കാര്യങ്ങൾ, ബാറ്ററി, ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു മെറ്റലിൻ്റെ ഫ്രെയിമാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലത്തെ ഈ കാണുന്ന ഐറ്റം കണ്ട ഇതൊക്കെ സാധാ പ്ലാസ്റ്റിക്കാണ്. പക്ഷേ അത്യാവശ്യം നല്ല പ്ലാസ്റ്റിക്കാണ്. സോ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ ഷോക്കപ്പും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വർക്കാവുന്നുണ്ട്. ഇതിൻ്റെ LED കാര്യങ്ങൾ അത്ര തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളൂ. വേറെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ഒരു ഓഫ് റോഡ് ജീപ്പ് ആയതുകൊണ്ട് തന്നെ ഇത് കയറ്റം കയറി പോകുമ്പോൾ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കയറി പോകാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഐറ്റംസ് ഒക്കെ നല്ല രീതിയിൽ അവർ റെഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് വെക്കാനാണെങ്കിൽ ഭയങ്കര എളുപ്പമാണ്. കാണുന്നതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതേപോലെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓടിച്ച് വെക്കാം. സോ കുറച്ച് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ പോയിട്ട് സെറ്റ് ആക്കണം നമുക്ക്. ഇതിൻ്റെ അടിഭാഗത്ത് ഓണാക്കാനുള്ള സ്വിച്ച് വരുന്നത് ഇതാണ്. കണ്ട ഈ കാണുന്നതാണ് സ്വിച്ച് എന്ന് പറയുന്നത്. ഈ കാണുന്ന സ്വിച്ച് നമുക്ക് വേണമെങ്കിൽ ബാക്കോട്ട് മടക്കി വെക്കാം. അപ്പോൾ നമ്മുടെ റിമോട്ടിൽ പച്ച ലൈറ്റ് കത്തിയിട്ടുണ്ട്. സോ പച്ച ലൈറ്റ് കത്തി കഴിഞ്ഞാൽ നമ്മുടെ ഇത് പെയർ ആയെന്നാണ് അർത്ഥം. സോ ഇതാണ് എൻ്റെ സ്പീഡ്. 2 സ്പീഡ് വരുന്നുണ്ട്. ഓഫ് റോഡ് കയറാനുള്ള ഒരു സ്പീഡും അതുപോലെ തന്നെ നോർമൽ റോഡിൽ ഓടിക്കാനുള്ള സ്പീഡ് വരുന്നുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചത് എൻ്റെ സെക്കൻഡ് ഗിയർ ആണ്. ഇനി ഫസ്റ്റ് ഗിയർ കാണിച്ചു തരാം. അതാ ഇതാണ് ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത്. ഭയങ്കര സ്ലോ ആയിട്ടാണ് പോവുക, പക്ഷെ നല്ല പവർ ഉണ്ടായിരിക്കും. ഇത് തേർഡ്. സോ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം കാണാൻ പറ്റും. അതാ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഹമ്മർ EV നമുക്ക് ലൈറ്റ് കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചാണ് ഇത് കാണുന്നത് പറയുന്നത്. ഇത് ഒരെണ്ണം അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ ഇത് ഒരെണ്ണം കത്തും. വീണ്ടും അമർത്തി കഴിഞ്ഞാൽ കുറച്ച് ബ്രൈറ്റ് ആയിട്ട് കത്തും. പിന്നെ അമർത്തി കഴിഞ്ഞാൽ കണ്ട ഇൻഡിക്കേറ്റർ അടക്കം കത്തും. ഇതിൽ നമ്മൾ ഇങ്ങനെ തിരിക്കുമ്പോൾ ആ ഇൻഡിക്കേറ്റേഴ്സ് മാത്രം കത്തും. പിന്നെ ഒരെണ്ണം കൂടി അമർത്തി കഴിഞ്ഞാൽ ഇത് ഫുള്ള് സ്റ്റോപ്പായി. പിന്നെ നമുക്ക് വേറെ ഒന്നും അതിൽ കത്തില്ല. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ കാറിന്ന് പുറത്തുകൊണ്ടിരിക്കാൻ കാണിച്ചു തരാം ഇതിൻ്റെ റണ്ണിങ് കണ്ടീഷൻ എങ്ങനെയാണെന്നൊക്കെ. നമ്മുടെ ഈ ഹമ്മർ EV നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് വെബ്സൈറ്റ് ത്രൂ മാത്രമല്ല താഴത്തൊരു നമ്പർ കൊടുത്തേക്കാം. അതിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹമ്മർ EV നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഹമ്മർ EV അല്ല, ഏതൊരു RC കാർസും അവരുടെ കയ്യിലുള്ളത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഹമ്മർ EV നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്. എന്തൊക്കെ ലുക്ക്, ആ ഒരു ഗ്ലോസി ഫിനിഷും കാര്യങ്ങളും. അതിൻ്റെ ഉള്ളിൽ ഒരാളൊക്കെ ഇരിക്കുന്നുണ്ട്. നല്ല ഡീറ്റെയിലിങ്ങിലാണ് നമ്മുടെ ഐറ്റം പണിത് വെച്ചിരിക്കുന്നത്. എൻ്റെ പുറമേ നിന്ന് കാണാൻ പറ്റും. ഇവിടെ ഹമ്മർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. വാവ്, ഫാന്റാസ്റ്റിക്. എന്തായാലും നമ്മുടെ ഇതൊന്ന് ഓടിച്ച് നോക്കണം. ഇവിടെ വെച്ചിട്ടുണ്ട്. സോ നമ്മൾ ഇതിൽ നോർമൽ കണ്ട ഇവിടെ ഫസ്റ്റത്തെ സ്പീഡാണ് ഓടിക്കുന്നത്. ഫസ്റ്റത്തെ സ്പീഡ് ഓടിക്കുമ്പോൾ കണ്ട ഈ ഒരു സ്പീഡാണ് ഇതിൽ വരുന്നത്. ഇതൊരു മൗണ്ടെയിൻ ക്ലൈംബ് ചെയ്യണതിൻ്റെ സ്പീഡാണ് ഇത്. പിന്നെ ഇതിൽ തേർഡ് സ്പീഡ് ഇടുമ്പോൾ ഞാൻ ഇവിടെ സ്പീഡ് മാറ്റിയിട്ടുണ്ട്. പിന്നെ സ്പീഡ് നിങ്ങൾ നോക്കിയോട്ടാ. ഓ ഗൈസ്, അത്യാവശ്യം നല്ല സ്പീഡ് പോകുന്നുണ്ട്. ഇതാണ് എൻ്റെ തേർഡ് സ്പീഡിലുള്ള സ്പീഡാണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കും ഫ്രണ്ടും അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇതിൽ വേറെ കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇത് ഈ ഒരു സംഭവം മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ ഇത് തിരിക്കണേണ്ട ഇത് മാറും. ലെഫ്റ്റ് റൈറ്റ് പോകണത് നമ്മൾ ഇങ്ങോട്ട് തിരിക്കുമ്പോൾ ലെഫ്റ്റും റൈറ്റ് ആവണത് ചിലപ്പോൾ അത് മാറും. മനസ്സിലായില്ല നിങ്ങൾക്ക്? പിന്നെ ഇതെന്ന് പറയുമ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ആക്കുമ്പോൾ ചിലപ്പോൾ ബാക്കോട്ട് പോവും, ഇങ്ങനെ ആക്കുമ്പോൾ ഫ്രണ്ടോട്ട് പോവും. മനസ്സിലായ? നമ്മൾ നോർമൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമർത്തി പിടിക്കുമ്പോൾ വണ്ടി മുന്നോട്ട് പോകണം, ഇങ്ങനെ അടിച്ചാൽ വണ്ടി ബാക്കോട്ട് പോകണം. അപ്പോൾ ഇത് അങ്ങനെ അതേപോലെ മാറ്റി വിടാൻ പറ്റും. പിന്നെ ഒരു കാര്യം പറയാൻ വന്നത്, ഇതിൻ്റെ ബോണറ്റ് തുറന്നിട്ടല്ല നമ്മുടെ ബാറ്ററി വെക്കുന്നത്. ആ ഒരു ബോഡി ഫുള്ള് തുറക്കണം. നമ്മുടെ ജിംനിയുടെ പോലെ നമുക്ക് ബോണറ്റ് തുറന്നിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ബാറ്ററി ഇടാൻ പറ്റില്ല. ശരിക്കും ഇതിൻ്റെ ക്യാപ്പബിലിറ്റി അറിയണമെങ്കിൽ നമ്മളൊന്ന് ഓഫ് റോഡ് പോകണം, നമ്മുടെ പറമ്പിലൊന്ന് പോയിട്ട് ഓടിച്ച് നോക്കണം. എന്നാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഗൈസ്, പിന്നെ ഞാൻ പറഞ്ഞത് നമ്മുടെ uclick.in എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റിൻ്റെ കേസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു വെബ്സൈറ്റ് ത്രൂ ആണ് ഇത് പർച്ചേസ് ചെയ്തത്. സോ നിങ്ങൾക്കും പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൽ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. സോ നിങ്ങൾക്ക് അതിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെ പ്രോഡക്ട്സ്. ഒരുപാട് RC കാർസ് ഉണ്ട്, നല്ല റേറ്റ് കുറവാണ് കിട്ടുന്നത്. ഇപ്പോൾ ഇതിപ്പോൾ ഓഫർ നടക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. പെട്ടെന്ന് കയറി പർച്ചേസ് ചെയ്താൽ നല്ല റേറ്റ് കുറവിന് RC കാർസൊക്കെ ഹോബി ഗ്രേഡ് RC കാർസ് കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മുടെ വണ്ടിയുടെ ബോഡി വന്നേക്കുന്നത് പ്ലാസ്റ്റിക് തന്നെയാണ്, വേറെ സ്റ്റീലൊന്നുമല്ല. അടിയിലത്തെ ഈ കാണുന്ന ഈ റോഡ് ഉണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ വെച്ചേക്കുന്ന ഈ റോഡ്, അത് മാത്രമാണ് ഇത് സ്റ്റീൽ വന്നേക്കുന്നത്. ബാക്കിയൊക്കെ പ്ലാസ്റ്റിക് തന്നെയാണ് വന്നേക്കുന്നത്. സോ ഇതിൽ ഒരു കാര്യം കാണിച്ചു തരാം. ഇതിൽ ക്രൂസ് കൺട്രോൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഓട്ടോമാറ്റിക്കലി പോകും. ഞാനിതിലൊന്നും ചെയ്യുന്നില്ല, ഫ്രണ്ടോട്ടും ബാക്കോട്ടും നമുക്ക് ക്രൂസ് കൺട്രോൾ വർക്കാവും. കണ്ടാ, ഞാനൊന്നും ചെയ്യുന്നില്ല, ഓട്ടോമാറ്റിക്കലി നമ്മുടെ വണ്ടി വർക്കാവുന്നത്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഹമ്മർ EV കൊണ്ട് നമ്മളൊരു ഓഫ് റോഡ് ഇറങ്ങാൻ വന്നതാണ്. സോ കാണിച്ചു തരാം ഇതിൻ്റെ ഓഫ് റോഡ് കേപ്പബിലിറ്റി എത്രത്തോളം ഉണ്ട്. സോ കുറച്ച് കുന്നുമലയ്ക്കുണ്ട്,
അല്ല കുറച്ച് കുന്നൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അതിൻ്റെ മേലൊക്കെ ഒന്ന് കയറ്റി ഓടിച്ച് നോക്കാം. സോ ഇതിന് ഫുൾ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് മനസ്സിലാൻ പറ്റും. അപ്പോൾ ഇവിടെ ചെറിയൊരു സ്ലോപ്പാണ് ഇത്. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇവിടെ കയറ്റി നോക്കാം. ചെറിയ സ്ലോപ്പാണ്. ഈ സ്ലോപ്പ് കയറാൻ പറ്റും നോക്കട്ടെ നമുക്ക്. ഗൈസ് നോക്ക്, സിമ്പിൾ, വളരെ സിമ്പിളായിട്ടാണ് നമ്മുടെ ഐറ്റം കയറി പോകുന്നത്. എൻ്റെ മോനെ, അതുപോലെ ബാക്കോട്ടും സിമ്പിളായിട്ട് ഇറങ്ങി പോരുന്നുണ്ട്. വാവ്. പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡ്രാഗ് ബ്രേക്ക് ഉണ്ട്. സോ ഞാൻ എൻ്റെ ഡ്രാഗ് ബ്രേക്ക് കാണിച്ചു തരാം കേട്ടോ. സോ നോക്ക്, ഇവിടെ കുറച്ചൊരു പൊന്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കൊണ്ടുപോയി നമുക്ക് നിർത്തി നോക്കാം. ഗായ്സ് നോക്ക്, നമ്മുടെ വണ്ടി അവിടെ സ്റ്റഡി ആയിട്ടാണ് നിൽക്കുന്നത്. കാരണം ഇതിനി ഇറങ്ങിപ്പോരില്ല. അതുപോലെയാണ് എൻ്റെ ഡ്രാഗ് ബ്രേക്കിൻ്റെ പവർ എന്ന് പറയുന്നത്. ഇതിന് കയറ്റാൻ പറ്റും നോക്കാം. കണ്ടാ, സിമ്പിളായിട്ട് കയറിപ്പോയി. വാവ്. ഇനി ഇത് ഇറങ്ങണം നോക്ക്, കെട്ടി പറഞ്ഞൊന്നും വീഴില്ല. കണ്ടാ, അടിപൊളിയായിട്ട് നമ്മുടെ ഐറ്റം ഇറങ്ങി വരുന്നുണ്ട്. ഗൈസ് പിന്നെ നോക്കാനുള്ളത് ഇതിൻ്റെ സസ്പെൻഷനാണ്. എൻ്റെ അടിപൊളി സസ്പെൻഷനാണ്. നോക്കിയേ, ഓരോ കുഴിയിൽ കയറി ഇറങ്ങുമ്പോൾ അതിൻ്റെ സസ്പെൻഷൻ്റെ പവർ നിങ്ങൾ നോക്കട്ടോ. വാവ്, നൈസ്. ഗൈസ് പിന്നെ നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ ഗിയർ ഇട്ടിട്ടുണ്ട്. രണ്ടാമത്തെ ഗിയർ ഇട്ടിട്ട് എൻ്റെ ഫാസ്റ്റ് നോക്കിയേ. എൻ്റെ രണ്ടാമത്തെ ഗിയറിൽ നമ്മൾ ഓടിക്കാൻ പോവാണ്. അടിപൊളിയായിട്ട് പോണത്. എൻ്റെ മോൻ എന്തൊരു ഫാസ്റ്റ്. പക്ഷെ നമ്മുടെ ഈ വണ്ടി ഫാസ്റ്റിൽ പോകണേക്കാളും നല്ല സ്ലോവിൽ പോകാനാണ് അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. ഇതിപ്പോൾ നല്ല ഫാസ്റ്റിൽ പോകുന്നുണ്ട്, പക്ഷേ സ്ലോയിലിട്ട് ആ ഫസ്റ്റ് ഗിയറിലിട്ട് പോകുമ്പോൾ കാണാനുള്ളൊരു ഭംഗി അത് വേറെ തന്നെയാണ്. അടിപൊളി. എനിക്ക് വാവ്. സോ ഈ ഐറ്റം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഓഫ് റോഡൊക്കെ പോകുമ്പോൾ അടിപൊളിയാണ്. ഇപ്പോൾ നമ്മൾ ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഓഫ് റോഡ് ക്യാപ്പബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അവിടെയൊക്കെ ഇത് കൊണ്ടുപോയിട്ട് ഓടിക്കാൻ പറ്റുന്നതാണ്. അടിഭാഗം കറങ്ങണം കിട്ടുക, ആ ഒരു ആക്സിലുകൾ കറങ്ങണ്ട. സോ ഇതാണ് എൻ്റെ അടിഭാഗം എന്ന് പറയുന്നത്. ഓഫ് റോഡ് പോകാനൊക്കെ അടിപൊളിയായിട്ടാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്കെന്ത് പറയണമെന്നറിയില്ല. മറ്റേ ഈ സ്ലോ സ്പീഡിൽ അടിപൊളിയാണ് നമുക്ക് ഓടിച്ച് കളിക്കാനൊക്കെ. സോ ഇവനെ നമുക്ക് അവിടെ ഒരു കുറച്ചൊരു ചപ്പ് ചവറ് പോലെ ലൈക്ക് കുറച്ച് മരങ്ങളുടെ ഇടയ സംഭവമുണ്ട്. സോ അതിൻ്റെ അവിടേക്ക് ഒന്ന് ഓടിക്കാൻ വരെ നോക്കാം. സോ പുള്ളിക്കാരൻ എന്താ പറയുക, കല്ലും മണ്ണുണ്ടെങ്കിലും ഒന്നൊരു വിഷയമല്ല എന്ന് പറഞ്ഞിട്ടാണ് പോണത്. ഫസ്റ്റ് ഗിയറിലിട്ടതിന് ശേഷം ഞാൻ പറഞ്ഞില്ല, ഇവിടെ കുറച്ച് കയറ്റാണ്, അതുപോലെ തന്നെ ഭയങ്കര ഓഫ് റോഡ് പോലെയുള്ള സ്ഥലമാണ്. പക്ഷെ ഇവിടെ കയറാൻ പറ്റും നോക്കാം. ഇതേ പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് കയറുന്നുണ്ട്. അപ്പോൾ എൻ്റെ മേലെ കയറിയിട്ടുണ്ട്. എൻ്റെ മോനെ ഗൈസ് നോക്ക്, ആ തെങ്ങിൻ്റെ മേലെ അടിപൊളിയായിട്ട് പുള്ളിക്കാരൻ കയറി പോകുന്നുണ്ട്. മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഡ്രാഗ് ബ്രേക്ക് ഉള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ കയറി പോകാൻ പറ്റുന്നത്. അല്ലെങ്കിൽ എപ്പോഴേ കെട്ടി പറഞ്ഞ് വേണേ. വാവ്. അപ്പോൾ എൻ്റെ മേലെ ഞാൻ കുറച്ച് വെയിറ്റ് വെച്ചിട്ടുണ്ട് ആ ഒരു ബാക്കിൽ. സോ അതിൻ്റെ ടയർ കുറച്ച് നമർന്ന് ഇത് കാണാൻ പറ്റും. അത് നല്ലതാണ്. നോക്കിയേ, സിമ്പിളായിട്ടാണ് നമ്മുടെ ഐറ്റം അതും താങ്ങി പോണത്. ഫ്രണ്ട് ബാക്ക് അടിപൊളി. നമ്മുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. സോ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഹമ്മറിയുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ഏത് പ്രൊഡക്റ്റ് ആണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് അടിക്കുക. സോ അതനുസരിച്ചിട്ട് ഞാൻ വാങ്ങുന്നതായിരിക്കും.